ഹായ്, പുതിയതിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് സൂക്ഷ്മദർശിനി റിവ്യൂലോട്ടാണ്. ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ 2 ദിവസമായി ഇറങ്ങിയിട്ട് ഞാൻ ഇറങ്ങിയത് അങ്ങനെ അറിഞ്ഞില്ല. അതായത് ഇതുപോലെ പ്രസ് മീറ്റൊക്കെ കണ്ട് അത് അത്ര എൻ്റെ റിലീസ് ഡേറ്റ് എനിക്ക് അത്ര അറിയത്തില്ലായിരുന്നു. ഇപ്പം ഫസ്റ്റ് ദിവസം കൊണ്ട് തന്നെ ആദ്യത്തെ ഷോ തൊട്ട് തന്നെ നല്ല പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടി. ഇന്നാണ് കണ്ടത്. എനിക്കിത് എങ്ങനെ തോന്നി അതാണ് ഞാൻ റിവ്യൂലോട്ട് പറയുന്നത്. റിവ്യൂലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം കൂടെ എനിക്കൊന്ന് ഷെയർ ചെയ്യാനുണ്ട്. നമ്മൾ ഈ പടമൊക്കെ കാണാൻ ചെല്ലുമ്പോൾ പടത്തിന് മുമ്പ് അല്ലെങ്കിൽ ഒരു പടം ഇടുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും തിയേറ്ററിലെത്താൻ നോക്കണം. അത് അല്ലാതെ ഉള്ളവർക്ക് അത് പടം തുടങ്ങി ഒരു 10-15 മിനിറ്റൊക്കെ കയറി വരുന്ന കഴിഞ്ഞാൽ നല്ല ഡിസ്റ്റർബാണ്. കാണുന്നവർക്ക് നല്ല ഡിസ്റ്റർബാണ്. അത് ഇപ്പം ഇന്ന് നമ്മൾ മനസ്സിലായി. ഇപ്പോൾ ഈ സൂക്ഷ്മദർശിനി തുടങ്ങിക്കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് കയറി വരുന്നവരുണ്ട്. നല്ല ഡിസ്റ്റർബ്. അതായത് നമുക്ക് പടം ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ലൈറ്റ് മേടിച്ചുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യുക. വരുന്നവരെ ആ പടം അത് സ്കിപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ വരാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ഷോയ്ക്ക് കയറുക. അല്ലെങ്കിൽ ഇത് വല്ലാത്ത ഒരു ഡിസ്റ്റർബ് തന്നെ. ഓരോരുത്തരോട്ട് ലൈറ്റ് കൊണ്ടുവന്ന് കണ്ണിലോട്ട് അടിച്ച് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബാക്കി കളയുക. അതുകൊണ്ട് ഇതുപോലെ വരുന്നവർ അടുത്ത ഷോയ്ക്ക് കയറാൻ നോക്കുക. സൂക്ഷ്മദർശിനി ഡയറക്ടർ MC, റൈറ്റർ 3 പേര് ചേർന്നായിരുന്നു എഴുതിയേക്കുന്നത്. MC-യും ലിബിന് ഉണ്ട്, പിന്നെ അതുൽ രാമചന്ദ്രൻ. പൊളി എഴുത്ത്. ആർട്ടിസ്റ്റായിട്ട് വന്നത് ബേസിൽ, നസ്രിയ. ഇവരാണ് മെയിൻ റോൾ ചെയ്തേക്കുന്നത്. പ്രത്യേകിച്ച് നസ്രിയ നല്ലൊരു കംബാക്ക് ആയിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മുടെ മലയാളത്തിലൊക്കെ അല്ലെങ്കിൽ തമിഴിലൊക്കെ ഞങ്ങളുടെ സമന്ത ചേച്ചിയൊക്കെ ചെയ്യുന്ന റോള് ഇപ്പം ഏറ്റവും ക്യൂട്ടായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ആക്ട്രസ്സാണ് നസ്രിയ. കിഡിലിനായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പടം കാണുമ്പോൾ ഈ പടത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. മ്യൂസിക് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ക്രിസ്റ്റോ സേവിയർ. നല്ല കിഡിലെ നമ്മൾ പടം കാണുമ്പോൾ അറിയാം. നമ്മൾ ഓരോ മ്യൂസിക് ഇടുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ആകാംക്ഷയായിട്ടുള്ളൊരു മ്യൂസിക്, നല്ല കിടിലൻ വർക്കാണ് ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് ആർട്ടിസ്റ്റായിട്ട് വന്നത് എല്ലാവരും, ഇതിനകത്തുള്ള ഓരോരുത്തരും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സിദ്ധാർത്ഥ് ഭരതനൊക്കെ ഉണ്ട്. ബേസിൽ നല്ല കിടിലൻ നെഗറ്റീവ് റോള്. ആ പടം തുടങ്ങി ഒരു 2 സീൻ കഴിയുമ്പോഴേ നമുക്ക് ഏകദേശം പടത്തിൽ നമ്മൾ കയറും. ഫസ്റ്റ് ഹാഫിനകത്തോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ ഓരോ സ്റ്റെപ്പ് നമ്മൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും പിന്നെ നമ്മൾ പടത്തിലാവുക. പിന്നെ നമ്മൾ ഒന്നും ചിന്തിക്കാനേ പോകുന്നില്ല. നമ്മൾ ആ പടത്തിൽ അങ്ങ് കയറി നാച്ചുറലായിട്ടുള്ള പിന്നെ ബേസിലിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു അമ്മൂമ്മയുണ്ടോ, കിടിലനായിട്ട് അത് ആ എഴുത്തിലൂടെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് 2 ഡബിൾ ക്ലൈമാക്സ് ഒക്കെ കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് 2 ഇൻ്റർവെല്ല് എനിക്ക് 2 ഇൻ്റർവെല്ലായിട്ട് തോന്നിയിട്ടുണ്ട്. അത് പടം കാണുന്നവർക്ക് അറിയായിരിക്കും. പിന്നെ ഒന്നും പറയണ്ട, സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പം സെക്കൻഡ് ഹാഫ് തുടങ്ങി ഓരോ സീൻ കഴിയുന്നതോറും പടം അപ്പായിട്ട് നമ്മളെ കൊണ്ടങ്ങ് പോവുക അപ്പായിട്ട്. അതായത് നസ്രിയയുടെ മാസീനൊക്കെ ഉണ്ട്, കിടിലൻ. എനിക്ക് ഇപ്പം കുറേ ആർട്ടിസ്റ്റുമാരൊക്കെ ഇപ്പോൾ 2000-ന് ശേഷം കുറേ ആക്ട്രസ്മാരൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് നമ്മുടെ ഈ മലയാളത്തിലൊക്കെ. അതിനകത്ത് ചിലവരൊക്കെ ഗതി പിടിക്കാഞ്ഞിട്ട് തെലുങ്കിൽ, തമിഴിലൊക്കെ പോയി എന്ന് വെച്ചാൽ ഇതുപോലെ പ്രദർശനം ഉണ്ടല്ലോ, ശരീരഭാഗങ്ങളൊക്കെ അതുപോലെയൊക്കെ ഗ്ലാമർ വേഷമൊക്കെ ചെയ്ത് ഗതി പിടിക്കാതെ അവിടുന്ന് ചൂല് അടിച്ച് കൊടുത്ത് പടത്തിൽ നിന്ന് വിട്ടിട്ട് പിന്നെ ഇപ്പം വലിഞ്ഞ് കയറി പടത്തിലൊക്കെ വന്നിട്ടുണ്ട്, കംബാക്ക് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ചില ആക്ട്രസ് എന്ന് പറഞ്ഞാൽ, ചില ഗതിയില്ലാത്ത ചില ആക്ട്രസ്മാരെന്ന് പറഞ്ഞാൽ ഇതുപോലെ ബാക്കിയുള്ളവരുടെ ജീവിതം തുലച്ചിട്ട് കയറുന്ന ഇതുപോലെ ജീവിക്കുന്ന കുറേ ആക്ട്രസ്മാരും ഉണ്ട്. ഇപ്പം അവരൊക്കെ ഇപ്പോൾ ഇതുപോലെ വലിഞ്ഞു കയറി കംബാക്ക് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഒരു കാശിനും കൊള്ളാതെ ഒരു പടം. അത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പക്ഷേ അത് ഓരോരോ പടങ്ങൾ ഇറങ്ങുമ്പോൾ ഞാനത് സൂചിപ്പിച്ചേക്കാം. നസ്രിയയുടെ കംബാക്ക് വേറെ ലെവലാണ്. ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് ഇപ്പം ഞങ്ങളുടെ സമന്ത ചേച്ചിയുടെ കൂട്ട് ഇപ്പം മലയാളത്തിൽ ചെയ്യാനുള്ള ഒരു ആക്ട്രസ് ഇപ്പം നസ്രിയും ആയിട്ടുണ്ട്. ഇതിപ്പോൾ എവിടെ വേണമെങ്കിലും നസ്രിക്ക് ചെയ്യാം. നസ്രിയുടെ മാസീനൊക്കെ തിയേറ്ററിൽ നല്ല കിടിലൻ ഇതായിട്ടാണ് ഉള്ളത്. അതായത് അവസാനം അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. അതുകൊണ്ട് അത് പറയുന്നില്ല. കിടിലൻ മാസീനാണ് ക്ലൈമാക്സിലോട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് 2 ആക്ട്രസ്മാരെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് അനാർക്കലി മരിക്കാറും ഇപ്പം നസ്രി. ഇവരെയൊക്കെ നല്ല സിനിമയിലൊക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ സെലക്ട് ആക്കുകയാണെങ്കിൽ ഇവരൊക്കെ വേറെ ലെവലിൽ. അതായത് ഇപ്പം നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ മൊത്തത്തിൽ അറിയപ്പെടുന്ന ഒരു ആക്ട്രസ് ഇപ്പം ഇവിടെ കുറവാണ്. ഇപ്പോൾ ഇവരെയൊക്കെ ഒന്ന് നല്ലോണം കൊണ്ടുവരുവാണെങ്കിൽ പടമൊക്കെ വേറെ ലെവലിൽ കൊണ്ടുപോകാനുള്ള കഴിവുള്ള ആക്ട്രസ്മാർ ഇവർ 2 പേരും. ബാക്കിയുള്ളവരൊന്നും എനിക്ക് അത്ര ഇതായിട്ടില്ല. ഇവർ 2 പേരും ആ ഒരു ലെവലിൽ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. പടത്തിൽ കൊണ്ടുപറഞ്ഞാൽ പടം ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്പോയിലറായി പോകും. അതുകൊണ്ട് ഞാനിത് ഇവിടെ വെച്ച് നിർത്തുക. നല്ല പടം, നല്ല കിടിലൻ പടം. എന്നുവെച്ചാൽ കിഷ്കിന്ധാകാന്തം, ദൃശ്യം ആ ഒരു മോഡൽ പോലത്തെ വേറൊരു പടം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അവസാനം ക്ലൈമാക്സ് എഴുതി കാണിക്കുന്ന വരെ നമുക്ക് ഒന്നും ചിന്തിക്കാൻ തോന്നില്ല. നമ്മൾ അത്രയ്ക്ക് പിന്നെ ചില കാര്യങ്ങളിൽ നമുക്ക് ക്ലൈമാക്സ് എത്തുന്നതിന് മുമ്പ് ചിലപ്പം ചിലവർക്ക്, എനിക്കൊക്കെ ഇത് പിടികിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ചിലവർക്ക് അത് പിടികിട്ടത്തില്ല. അതേ ഉള്ളൂ ഇതായിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് മോശമാണെന്നല്ല, എല്ലാവർക്കും എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇവർക്ക് എന്ന് വെച്ചാൽ കിഷ്കിന്ധാകാന്ഡത്തിനായാലും ഇവർക്ക് ഇതിനകത്ത് ഒരു അവാർഡ് ഈ ഒരു പടത്തിൽ കൂടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് അതേപോലെ
നല്ലോണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ബേസിലിൻ്റെ നെഗറ്റീവ് റോളൊക്കെ കിടില്. നെഗറ്റീവ് ഇത്രയും നെഗറ്റീവ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുള്ളി എനിക്ക് ഒന്നും നെഗറ്റീവ് ഒരു നെഗറ്റീവും ചെറിയ എടുത്ത് പറയാനുണ്ട്, പക്ഷെ അത് ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.